എല്ലാ പ്രിയ കൂട്ടുകാർക്കും മലയാള മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശ്വാസത്തിൻ്റെ ബലം. അയാൾ ഓഫീസിൽ നിന്നും തിരിച്ചെത്തുന്ന സമയമാകുമ്പോഴേക്കും കുറേ തെരുവ് നായ്ക്കൾ കാത്തു നിൽക്കും. അവർക്ക് ബിസ്ക്കറ്റ് നൽകിയിട്ടാണ് അദ്ദേഹം വീട്ടിൽ കയറുന്നത്. ഒരു ദിവസം കയ്യിൽ ബിസ്ക്കറ്റ് ഇല്ലായിരുന്നു. രാത്രി വൈകിയത് കൊണ്ട് കടകളും അടച്ചു. ബിസ്ക്കറ്റ് നാളെ നൽകാമെന്ന് കരുതി അയാൾ വീട്ടിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ജനാല തുറന്നു നോക്കിയപ്പോൾ ആ നായ്ക്കളെല്ലാം അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് അയാൾക്ക് വിഷമമായി. തലേ ദിവസം അതിഥികൾ വന്നപ്പോൾ വാങ്ങിയ ബിസ്ക്കറ്റുകൾ മിച്ചം വന്ന കാര്യം അയാൾക്ക് ഓർമ്മ വന്നു. ഉടൻ പാത്രവും എടുത്ത് പുറത്തെത്തിയപ്പോഴേക്കും ഒരെണ്ണമൊഴിച്ച് മറ്റെല്ലാം പോയിരുന്നു. അയാൾ അത് മുഴുവൻ ആ നായ്ക്കുട്ടിക്ക് നൽകിയിട്ട് ചോദിച്ചു, "നീ എന്താ പോകാതിരുന്നത്?" അവൻ പറഞ്ഞു, "എന്തെങ്കിലും തരുമെന്ന് എനിക്കറിയാമായിരുന്നു. വിശ്വസിക്കാൻ തീരുമാനിച്ചാൽ പൂർണ്ണമായും വിശ്വസിക്കണം. ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത് എന്ന ധാരണയ്ക്ക് ചില പോരായ്മകളുണ്ട്. എല്ലാ ബന്ധങ്ങളും സംശയത്തിൻ്റെ വിത്തുപാകി മാത്രമേ ഉടലെടുക്കൂ. ആത്മാർത്ഥതയോടെ പെരുമാറുന്നവർക്ക് പോലും അർഹിക്കുന്ന ബഹുമാനം ലഭിക്കില്ല. രണ്ടും കൽപ്പിച്ച് കൂടെ നിർത്തുന്നതും നിൽക്കാവുന്നതുമായ ഒരു ബന്ധവും രൂപപ്പെടില്ല. എല്ലാവർക്കും അവരുടേതായ ന്യൂനതകളും സാഹചര്യങ്ങൾക്കനുസൃതമായ സ്വഭാവ വ്യതിയാനങ്ങളും സംഭവിക്കാം. അവയെ തുറന്നു നോക്കി അതിൻ്റെ പേരിൽ ആളുകളെ അവിശ്വസിക്കുന്നതാണ് ബന്ധങ്ങളിലെ അപാകത. ആയുസ് മുഴുവൻ ഒപ്പം നിന്നാലും ആ ഒരു ദിവസം അങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ പേരിൽ എല്ലാം അവസാനിപ്പിക്കുന്നവരാണ് പലരും. അന്നത്തെ അവരുടെ അവസ്ഥയെ മനസ്സിലാക്കാനോ അതിനു മുൻപുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലെ പിന്തുണയെ സ്മരിക്കാനോ ആരും തയ്യാറാകില്ല. തങ്ങളുടെ തത്സമയ മനോനിലയ്ക്കനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കൂ. ദുർബല നിമിഷങ്ങളിൽ ആരെയും കണക്കിലെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകാം. അത്തരം സന്ദർഭങ്ങളെ ആദരവോടെ കാണുക എന്നത് മാത്രമാണ് മാർഗം. അവിശ്വസിക്കാനുള്ള 1000 കാരണങ്ങൾ എല്ലാവരിലും ഉണ്ടാകും. വിശ്വസിക്കാനുള്ള ഒരു കാരണമെങ്കിലും ഉണ്ടോ എന്നതിലാണ് കാര്യം. നേരുന്നു ശുഭദിനം. സ്നേഹത്തോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഹിനായ. നന്ദി, നമസ്കാരം.